വർഷിണി വ്ലോഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഡിഷ് ഒരു ഹെൽത്തിയാണ് ഡിഷാണ്. ചമ്പ ഗോതമ്പ് റവ ഉപ്മ. അതിൻ്റെ ഒപ്പം ഒരു സൈഡ് ഡിഷ് തക്കാളി ഉള്ളി ചട്നി റെഡിയാക്കാൻ പോകുന്നു. അതിന് ആദ്യം ഒരു ഹെവി ബോട്ടംഡ് കടായി എടുത്തോളണം. അതിന് ആവശ്യമുള്ള സാധനങ്ങൾ പറയാം. കടുക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ എടുത്തോളണം. പിന്നെ കടലപ്പരിപ്പ് 2 ടേബിൾ സ്പൂൺ എടുത്തോളണം. 5 പച്ചമുളക് അരിഞ്ഞ് വെച്ചോളണം. ഒരു വലിയ ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്ത് വെച്ചോളണം. ഇതുപോലെ 4 വലിയ ടൊമാറ്റോ കട്ട് ചെയ്ത് വെച്ചോളണം. 4 ചെറിയ ഉള്ളി കട്ട് ചെയ്ത് വെച്ചോളണം. ഒരു വലിയ ക്യാരറ്റ് കട്ട് ചെയ്ത് വെച്ചോളണം. പിന്നെ 4 ടേബിൾ സ്പൂൺ തേങ്ങാ തുരുവൽ അതും റെഡി ചെയ്ത് വെച്ചോളണം. ഈ ടേബിൾ സ്പൂൺ അളവ് 2 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 to 1.5 സ്പൂൺസ് സോൾട്ട്. കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ പിന്നെ ടേസ്റ്റ് നോക്കിയിട്ട് അതിനെ ഏച്ചതുപോലെ നമ്മൾ ആഡ് ചെയ്തോളാം. ഇതാണ് ഇതിന് ആവശ്യമുള്ള സാധനങ്ങൾ. സ്വിച്ച് ഓൺ ചെയ്തോളണം. ഇപ്പം പ്രിപ്പയർ ചെയ്യാൻ പോവുക. ഈ വലിയ സ്പൂണില് ഒരു സ്പൂൺ എണ്ണ ഒഴിച്ചോളണം. 1 സ്പൂൺ എണ്ണ മതിയാവും. അതിലേക്ക് എടുത്തിട്ടുള്ള കടുക് അങ്ങ് ഇടണേ. കടുക് പൊരിയട്ടെ. എണ്ണ ചൂടായ ശേഷം കടലപ്പരിപ്പ് ചേർത്തോളണം. കടലപ്പരിപ്പ് ചേർത്ത പിന്നെ അടുപ്പ് അങ്ങ് ലോ ഫ്ലെയിമിൽ ആക്കിക്കൊള്ളണം. പിന്നെ പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളക് ചേർത്തോളണം. പിന്നെ ഒരു ബിഗ് സ്പാച്ചുല എടുത്തിട്ട് ഇതുപോലെ അങ്ങ് വതക്കി കൊടുക്കണം. എങ്കിലേ അത് ചേർന്ന് വതങ്ങി വരത്തുള്ളൂ. പിന്നെ അരിഞ്ഞു വെച്ചിട്ടുള്ള 4 ചെറിയ ഉള്ളി ചേർത്തോളണം. അതിൻ്റൊപ്പം ചെറിയ ഉള്ളി അതിൻ്റൊപ്പം വതങ്ങി വരണം. അതിനു വേണ്ടിയിട്ട് എടുത്തു വെച്ചിട്ടുള്ള ആവശ്യമുള്ള 1 to 1.5 ടേബിൾ സ്പൂൺ ഉപ്പ് അങ്ങ് ചേർത്തോളണം കടായിക്കകത്ത്. എങ്കിൽ പെട്ടെന്ന് വതങ്ങി കിട്ടും ആ ഉള്ളി, ചെറിയ ഉള്ളി. നിങ്ങളുടെ സ്പാച്ചുല വെച്ച് അങ്ങ് മിക്സ് ചെയ്ത് കൊടുത്തോളണം ഇതുപോലെ. പിന്നെ മഞ്ഞപ്പൊടി കളർ കിട്ടാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചിട്ടുള്ള മഞ്ഞപ്പൊടി കടായിക്ക് അകത്ത് ചേർത്തോളണേ. പിന്നെ എന്തെങ്കിലും ലെഫ്റ്റ് ഓവർ ഉണ്ടെങ്കിൽ കടലപ്പരിപ്പോ കടുകോ വല്ലതും ലെഫ്റ്റ് ഓവർ ഉണ്ടെങ്കിൽ അത് വേസ്റ്റ് ചെയ്യേണ്ട, അതിൻ്റെ അകത്ത് ചേർക്കുക. അതാ ഞാൻ ചെയ്തേക്കുന്നത്. കുറച്ച് കടലപ്പരിപ്പ് ലെഫ്റ്റ് ആയിപ്പോയി, അത് ചേർത്തു. പിന്നെ വീണ്ടും അങ്ങനെ സ്പാച്ചുല വെച്ച് വതക്കി കൊടുത്തു. പിന്നെ അരിഞ്ഞു വെച്ചിട്ടുള്ള വലിയ 4 തക്കാളി അങ്ങ് അകത്ത് ചേർത്തോളണം. വീണ്ടും വതക്കി കൊടുത്തോളണേ. എങ്കിലേ എല്ലാം കൂടി അങ്ങ് ശരിക്കും മിക്സ് ആവത്തുള്ളൂ. അല്ലെങ്കിൽ സോൾട്ട് അവിടെ ഇവിടെയുമായിട്ട് നിൽക്കും.
ഇങ്ങനെ നന്നായിട്ട് വതക്കി കൊടുക്കുമ്പോൾ നല്ല കറക്റ്റായിട്ട് അങ്ങ് ചേർന്നോളും. അതുകൊണ്ടാണ് ഓരോരോ വെജിറ്റബിൾ ആയിട്ട് അങ്ങ് അകത്ത് ചേർക്കണം, മുട്ട് മൊത്തമായിട്ട് ചേർക്കാതെ. അതുപോലെ നല്ല കിണ്ടി കൊടുത്തോളണം കേട്ടോ. ഇംഗ്ലീഷ് ശരിക്കും വതങ്ങത്തുള്ളൂ. നെക്സ്റ്റ് അരിഞ്ഞു വെച്ചിട്ടുള്ള ഒരു വലിയ പൊട്ടേറ്റോ ഇല്ലേ, അതകത്ത് ചേർത്തോളണം. ഇപ്പോഴും വീണ്ടും വതക്കി കൊടുക്കണേ സ്പാച്ചുല വെച്ചിട്ട്. എത്രത്തോളം നമ്മൾ എങ്ങനെ ചെയ്യുന്നോ അത്രത്തോളം ടേസ്റ്റ് കൂടുതലായിട്ട് കിട്ടും. ഒരു വലിയ ക്യാരറ്റ് അരിഞ്ഞു വെച്ചിട്ടില്ലേ, അത് ലാസ്റ്റ് ആയിട്ട് ചേർത്തോളണം. ഇപ്പൊ എല്ലാ മലക്കറിയും ചേർത്ത് കഴിഞ്ഞു. എല്ലാ മലക്കറിയും ചേർത്ത് കഴിഞ്ഞു. ഈ വെള്ളം, ആ തക്കാളിയുടെ വെള്ളം, പിന്നെ അത് നല്ല അങ്ങ് ബോയിൽ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് 1 to 1.5 ഗ്ലാസസ് ആ ഗ്ലാസ്സിൽ വെള്ളം ചേർക്കുന്നു. നല്ല വെന്ന് കിട്ടിയാലാണ് നല്ലത്. ഹാഫ് റോസ്റ്റ് വേണ്ട, നല്ല ബോയിൽ ആവണം. ഹാഫ് ബോയിൽഡ് ആയിട്ടുള്ളത് നല്ലതല്ല. ചിലവരെ അങ്ങനെ ചെയ്യും, മിക്സഡ് വെജിറ്റബിൾ ഉപ്മ ചെയ്യുമ്പോൾ അത് നല്ലതല്ല. പക്ഷേ ഫുൾ ബോയിൽ ചെയ്താലാണ് നല്ലത് വെജിറ്റബിൾസ്. അതുകൊണ്ടാണ് 1.5 ഗ്ലാസസ് ഓഫ് വെള്ളം ചേർത്തത് അകത്ത്. ഇതാ നല്ല ബോയിലായി വരുന്നുണ്ട്, കണ്ടോ? വെള്ളം എങ്ങനെ തിളച്ചു വരുന്നുണ്ട്, കാണാൻ എന്ത് ഭംഗിയല്ലേ? കാണുമ്പോഴേ നല്ല ഭംഗിയായിട്ടുണ്ട്. വീണ്ടും അങ്ങനെ സ്പാച്ചുല വെച്ച് മിക്സ് ചെയ്ത് കൊടുക്കുന്നു. കണ്ടോ? പിന്നെ ഞാൻ ഇന്ന് 2 ഗ്ലാസ് ചമ്പാരവ എടുക്കാൻ പോവുക. 2 ഗ്ലാസ്സിന് 4 ഗ്ലാസ് വെള്ളം. എന്തിനാ ഇങ്ങനെ? യൂഷ്വൽ ആയിട്ട് നമ്മൾ 1 ഗ്ലാസ് റവ എടുക്കുമ്പോൾ 1.5 ഗ്ലാസസ് ഓഫ് വെള്ളമേ എടുക്കത്തുള്ളൂ. ഇത് വലിയ തുവളാണ്, അതിൻ്റെ വെന്ത് വരാൻ ഇച്ചിരി കെട്ടിയുള്ളതാ. സോ വെന്ത് വരാൻ ഇച്ചിരി പ്രയാസമാണ്. അതുകൊണ്ട് കൂടുതൽ വെള്ളം ചേർത്താൽ നന്നായിട്ട് വെന്ത് കിട്ടും. അതുകൊണ്ട് ഞാൻ 2 ഗ്ലാസ് ചെമ്പരവയ്ക്ക് 4 ഗ്ലാസ് വെള്ളം ചേർത്തു. നേരത്തെ വെള്ളം അളന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. സോ അങ്ങനെ അതിൻ്റെ അകത്ത് ഡയറക്റ്റ് ആയിട്ട് ഒഴിച്ചു കൊടുക്കണം കടായിക്കകത്ത്. എന്നിട്ട് വീണ്ടും ഒരു പ്രാവശ്യം കലക്കി കൊടുത്തു സ്പാച്ചുല വെച്ചിട്ട്. അതങ്ങ് ലൈറ്റായിട്ട് കൊതിച്ചു വരട്ടെ. ഇനി 4 ടേബിൾ സ്പൂൺ തേങ്ങാത്തുരുവൽ ചേർത്തിട്ടില്ലേ, അത് എപ്പോഴും ഏത് ഡിഷും ഇങ്ങനെ ഇതുപോലത്തെ ഡിഷസ് ചെയ്യുമ്പോൾ വെള്ളം അങ്ങ് തിളപ്പിച്ച് വരുമ്പോഴേ അങ്ങ് ഇട്ട് കൊടുക്കണം. അവസാനമായിട്ട് ഇട്ട് കൊടുത്താൽ ശരിയാവത്തില്ല. ഇപ്പോഴേ അങ്ങ് ഇട്ട് കൊടുത്തോളണം, എങ്കിലേ അത് ചേർന്ന് വരുമ്പോൾ നന്നായിട്ട് ഇരിക്കും ആ ടേസ്റ്റ്. യൂഷ്വലി വെജിറ്റബിൾസ് ചെയ്യുമ്പോൾ അവസാനം ബോയിൽ ചെയ്ത് കഴിഞ്ഞ ശേഷം ഗ്യാസ് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് തേങ്ങാത്തുരുവൽ ഇട്ട് കൊടുക്കും. പക്ഷെ ഇതിലെ ഇതുപോലെ ഉപ്മയൊക്കെ കിണ്ടുമ്പോൾ, ഉപ്മയോ ഈ കുഴക്കട്ടകളോ ചെയ്യുമ്പോൾ ആ വെള്ളം തിളയ്ക്കുമ്പോഴേ തേങ്ങാത്തുരുവൽ ഇട്ട് കൊടുക്കണം. ഇത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് ഈ പോയിന്റ് പറയുന്നത്. ശീലമുള്ളവർക്ക് ഒരു പ്രയാസവും കാണത്തില്ല. പിന്നെ ഇത് വലിയ തുവളായതുകൊണ്ട് ഈ ചമ്പ കോതിക്കൊറണ ഈ ഉപ്മയുടെ ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്ത് ഉപ്പിട്ട് കൊടുക്കുന്നത് പോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കണം. ഡയറക്റ്റ് ആയിട്ട് മൊത്തമായിട്ട് അങ്ങനെ ഇട്ട് കൊടുത്തുകൂടാ. ഇതുപോലെ ഞാൻ ചെയ്ത് കാണിച്ചിരിക്കുന്ന പോലെ റൗണ്ട് ഷേപ്പിൽ അങ്ങനെ സ്പ്രിങ്കിൾ ചെയ്യുന്നത് പോലെ ഇട്ട് കൊടുത്തിട്ട് പെട്ടെന്ന് സ്പാച്ചുല വെച്ചിട്ട് അതുപോലെ കലർന്ന് കൊടുക്കണം. ശരിയോ?
വീഡിയോ കാണുമ്പോഴേ മനസ്സിലാവും. അതുപോലെ അങ്ങ് ചെയ്താൽ മതി കേട്ടോ. ഇത് നല്ല തിളച്ചു വരുന്നുണ്ട്. എന്നാ 4 glasses ഓഫ് വെള്ളം ചേർത്തത് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാം, ഒരു ലിഡ് വെച്ച് ക്ലോസ് ചെയ്തിട്ട് സിമ്മിലാക്കിയിട്ട് സൈഡിലെ ചട്നിയുടെ പ്രൊസീജിയർ നോക്കാം. ഇപ്പോഴും ഞാൻ ഇന്ന് ഈ ഉപ്മയ്ക്ക് ഓണിയൻ ടൊമാറ്റോ ചട്നിയാ ചെയ്യാൻ പോകുന്നത്. അതിന് വലിയ 2 തക്കാളി എടുത്ത് മിക്സിയിൽ ഡയറക്റ്റ് അരച്ചിട്ടുണ്ട്. പിന്നെ ഒരു വലിയ ഉള്ളി എടുത്ത് അരച്ചു. ആ വിഴുത ഇങ്ങനെ ഈ സൈഡിലുള്ള കടായിൽ ഇട്ടിട്ടുള്ളത് അതിനി തിളപ്പിക്കണം. ഡയറക്റ്റ് ആയിട്ട് എടുത്ത് അങ്ങ് അരച്ച് പേസ്റ്റ് ആയിട്ട് പ്യൂരി എടുത്തിട്ടാണ് ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. ഓണിയൻ പ്യൂരി, ടൊമാറ്റോ പ്യൂരി. ഫോർ 2 tomatoes ഞങ്ങൾ ഒരു വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്, 2 വലിയ തക്കാളിക്ക്. അതിങ്ങനെ അതിൻ്റെ പ്യൂരി ചേർത്തിട്ട് അത് ബോയിൽ ചെയ്യാണ്. അത് ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട്, പെട്ടെന്ന് ബോയിൽ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. നല്ല ബോയിൽ ചെയ്ത് വരുന്നുണ്ട് കണ്ടോ. അത് റോ ആയിട്ടുള്ളതല്ലേ, അപ്പൊ നല്ല ബോയിൽ ചെയ്ത് വരണം. ഇതുപോലെ വൺ ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുത്തു, അത് പെട്ടെന്ന് ബോയിൽ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു ½ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി കളർ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു 1 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി പൗഡർ. അതും ഇട്ട് കൊടുത്തു. അത് എല്ലാം കൂടി മിക്സ് ആവട്ടെ. ഇങ്ങനെ കലക്കി കൊടുക്കണം സ്പാച്ചുല വെച്ചിട്ട്. കലക്കിയ ശേഷം എന്ത് ഭംഗിയായിട്ട് ബോയിൽ ചെയ്ത് വരുന്നുണ്ട്. ആ ബബിൾസ് അങ്ങ് കണ്ടോ. നല്ലവണ്ണം ബോയിൽ ചെയ്താലേ ആ റോ സ്മെൽ അങ്ങ് പോയിട്ട് നല്ല വെന്ത് കിട്ടത്തുള്ളൂ. കുറച്ച് സമയം കൂടി ബോയിൽ ആവട്ടെ. മീൻ വൈൽ ഈ വലിയ കടയ്ക്കകത്ത് ഉപ്മയുടെ കണ്ടീഷൻ സ്ഥിതി നോക്കിയപ്പോൾ അത് റെഡിയായി. കണ്ടോ എന്ത് ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. അവസാനം ഇങ്ങനെ എല്ലാം കൂടി അങ്ങ് മിക്സ് ചെയ്ത് വിടണം. ഉപ്മ റെഡിയായി. സ്റ്റൗ ഓഫ് ചെയ്യാം.
എന്ത് ഭംഗിയായിട്ട് റെഡിയായി. ചൂട് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ലിഡ് വെച്ച് ക്ലോസ് ചെയ്തു. ഇപ്പുറത്ത് ചട്നിയും റെഡിയായി. ഇനി അവസാനം താളിച്ചു കൊടുക്കാം ചട്നിക്ക്. എപ്പോഴും എല്ലാ ചട്നിക്കും തക്കാളി ചട്നി എന്നല്ല, ഉള്ളി ചട്നി എന്നല്ല, ഏതൊരു തേങ്ങാ ചട്നി ആയാലും ശരി, പുതിന ചട്നി ആയാലും, കൊത്തമല്ലി ചട്നി ആയാലും, കറിവേപ്പില ചട്നി, ഏത് ചട്നി ആയാലും അവസാനം താളിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത്. സെപ്പറേറ്റ് കടായി എടുത്ത് താളിച്ചു കൊടുക്കണം. സെർവിങ് ബൗളിലേക്ക് ചട്നി മാറ്റി ഇനി താളിക്കാൻ ഒരു ചെറിയ കടായി എടുത്തു, താളിപ്പ് കടായി. അത് ഡ്രൈ ആയ ശേഷം ഒരു സ്പൂൺ എണ്ണ ഒഴിച്ചോളണം. വെരി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല എണ്ണ ചൂട് പിടിക്കട്ടെ, എന്നിട്ട് ഓഫ് ചെയ്ത് കളയാം. എന്തെന്ന് വെച്ചാ അത് ഓണിലിരിക്കുമ്പോഴേ കടുക് അങ്ങനെ ഉളുത്തം പരിപ്പ് ഇല്ലെങ്കിൽ കറിവേപ്പില ഇട്ട് കഴിഞ്ഞാൽ അത് അങ്ങ് ഫ്ലെയിം പിടിച്ചോളും. ബിക്കോസ് അത് ഒത്തിരി ചെറിയ കടായല്ലേ, അതുകൊണ്ട് നല്ല ചൂടാക്കിയ ശേഷം ആ സ്മോക്ക് വരുന്നത് കണ്ടു, എന്നിട്ട് അങ്ങ് സ്വിച്ച് ഓഫ് ചെയ്തോളണം ഫ്ലെയിം. അതിന് ശേഷം ആ ചൂടിൽ തന്നെ കടുക്, കറിവേപ്പില, ഉളുന്തം പരിപ്പ് എല്ലാം അങ്ങ് പൊട്ടിച്ചോളും, പൊടിഞ്ഞോളും. അതിങ്ങനെ ഒരു കലക്ക് കൊടുത്തിട്ട് 2 കൈ വെച്ചിട്ട് ചേർത്ത് കളയാം. അത് വേസ്റ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ആ കടായിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് അങ്ങ് ചേർക്കാം. നല്ല ഭംഗിയായിട്ട് ടൊമാറ്റോ ഓണിയൻ ചട്നിയും റെഡിയായി, ചെമ്പാരവ ഉപ്മയും റെഡിയായി. ഈ ഡിഷ് ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ വർഷ്മി വ്ലോഗിലേക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ബട്ടൺ അങ്ങ് അമർത്തിക്കൊള്ളണം. Thanks for watching. Bye.